ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ചക്ക അവിയലിൻ്റെ റെസിപ്പിയാണ്. ഇവിടെ ഞാൻ ചക്കയുടെ പച്ച ചക്കയാണ് എടുത്തിരിക്കുന്നത്. പച്ച ചക്ക അതിൻ്റെ കുരു മാത്രമേ എടുത്തിട്ടുള്ളൂ. സാധാരണ അതിൻ്റെ ചക്കയുടെ ചുളയുടെ കൂടി ഇരിക്കുന്ന എല്ലാ ഭാഗങ്ങളും എടുക്കുന്നതാണ്. ഇവിടെ ചുളയും കുരുവും മാത്രം, കുരുവും പടവളങ്ങ, മുരിങ്ങയ്ക്ക, അതുപോലെ തന്നെ വെള്ളരിക്ക, ഇതെല്ലാം കൂടെ ചേർത്താണ് എടുത്തിരിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം നമുക്ക്. ചക്ക അവിയലിനകത്ത് ഇവിടെ ഒരു ചെറിയ ചക്കയാണ്. അതിൻ്റെ ചുളയെല്ലാം എടുത്തിട്ട് ഇതുപോലെ ചുളയും കുരുവും ചുളയും കൂടാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം ഇതുപോലത്തെ ചുളയെല്ലാം അതിൽ നിന്ന് വൃത്തിയാക്കി മാറ്റിയതിന് ശേഷം ആ ചുളയിൽ നിന്ന് തന്നെ ഓരോ പീസാക്കി ഇങ്ങനെ മാറ്റി കുരു വേറെ ചുള വേറെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം. ഇപ്പം ഞാൻ ആ ചക്ക മുഴുവൻ അരിഞ്ഞ് ഈ ഒരു പരുവത്തിൽ നീളത്തിൽ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു മുരിങ്ങക്കോൽ എടുത്തിട്ടുണ്ട്. മുരിങ്ങക്കോൽ കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 200 ഗ്രാം വെള്ളരിക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെള്ളരിക്കയുടെ അളവിൽ കുറച്ച് നമ്മൾ പടവളങ്ങ എടുത്താൽ മതി. ഒരു 150 ഗ്രാം പടവളങ്ങയും അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങയുടെ ചെറിയ പൂൾ എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം എടുത്താൽ മതി. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ചക്കയുടെ തന്നെ ഇപ്പോൾ എടുത്ത ചക്കയുടെ തന്നെ കുരുവാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കുരു, ഒരു 12ഓളം കുരു അതിൻ്റെ പുറത്തെ ആ ഒരു വെള്ളപ്പാട പോലത്തെ മാറ്റിയിട്ട് രണ്ടായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1.5 മുറി തേങ്ങ, ഒരു തേങ്ങയുടെ ഒരു മുറിയും പിന്നെ അരമുറിയും കൂടെ ചേർത്ത് അതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കക്കുരു ആദ്യമായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു കുറച്ച് വെള്ളം ഒഴിച്ച് മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ചക്കയുടെ കൂടെ ഇട്ട് വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടാത്തതുകൊണ്ടാണ്. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, ചക്കക്കുരുവിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. അടുപ്പിൽ വെച്ച് ഒന്ന് മൂടി വെച്ചത് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇത് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ ചക്ക എല്ലാം കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഈ ചക്ക എല്ലാം കൂടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ആ ചക്ക മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങക്കോല് ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളരിക്ക എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്തു വെച്ചിരുന്ന പടവളങ്ങയും മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി ഞാൻ കഷ്ണങ്ങളെല്ലാം ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ചക്ക, പടവളങ്ങ, വെള്ളരിക്ക ചേർത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന മുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ ചേർക്കാം. മുളക് ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് വേകാൻ ആവശ്യമായ വെള്ളം ചേർത്താൽ മതി. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ഈ കഷ്ണത്തിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി വേണമെന്നുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. മുളക് പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു നല്ലൊരു കളറും ടേസ്റ്റും ഒക്കെ വരുന്നതിന് വേണ്ടിയാണ് മുളക് പൊടി നമ്മൾ ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് ഇളക്കി വെച്ചിട്ട് നമുക്കിത് ഫ്ലെയിം ഓണാക്കി അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കും. ഞാൻ ഫ്ലെയിം ഓണാക്കി കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ വന്ന് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ എടുത്തു വെച്ചിരുന്ന തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഇത് അവിയലിൻ്റെ പരുവത്തിൽ നിന്ന് അരച്ചു കൊണ്ടുവരാം. തേങ്ങാക്കൂട്ടിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ കഷ്ണം വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്. ഒരു കുറച്ചൊരു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം. കുക്കറൊക്കെ ഒരടി അടിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി തണുത്ത് വരട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുക്കറൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം.
അപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. സമയത്തേക്ക് ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കഷ്ണങ്ങളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. വെന്ത കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. വെന്തതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാത്ത 2 സാധനങ്ങളുണ്ട്. കുറച്ച് മാങ്ങ എടുത്ത് വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മാങ്ങയും ചക്കക്കുരു എല്ലാം ഒന്ന് നന്നായിട്ട്, മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ചക്കക്കുരു നന്നായിട്ട് വെന്തതായി. സിമ്മിലിട്ട്, ഫ്ലെയിം തീരെ സിമ്മിലിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പം ഞാനിന്ന് മൂടി വയ്ക്കുകയാണ്. ഈ മാങ്ങയൊന്ന് വെന്ത് വരട്ടെ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങയും ചക്കക്കുരുമൊക്കെ നമ്മൾ രണ്ടാമത് ചേർത്തതായിരുന്നു. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ തേങ്ങാക്കൂട്ടി ചേർത്ത് കൊടുക്കുക. എടുത്ത് വെച്ചിരുന്ന ആ കൂട്ടി ചേർത്ത് കൊടുക്കുക. അവിയലിനായിട്ട് അരച്ച് വെച്ചിരുന്ന കൂട്ടും കൂടി ഇതിനകത്ത്, തേങ്ങയുടെ അരപ്പും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമുള്ളത് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ചക്ക അവിയൽ റെഡിയായിരിക്കണം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. ഇവിടെ എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. കറിവേപ്പില വീണ്ടും കുറച്ചുകൂടെ ഞാൻ വിതറി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചക്ക അവിയൽ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക്സ്. ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു.